അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഉച്ചക്കത്തെ വിഭവങ്ങൾ തൊട്ടിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കുണ്ടായിരുന്ന മത്തി കറി ഉണ്ടായിരുന്നു, പിന്നെ മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും കൂടിയിട്ട് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് തിന്നട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്കക്കുരൊക്കെ കിട്ടുമല്ലോ എല്ലാവർക്കും. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ചക്ക അങ്ങനെ കിട്ടില്ല. ഇവിടെ ചക്ക കുറവുണ്ട് ഈ ഭാഗത്തൊക്കെ. ഉമ്മാൻ്റെ അവിടെ ഉണ്ട് കേട്ടോ, ചക്ക ഇതൊക്കെ മാങ്ങൊക്കെ അവിടെയൊക്കെ കൂടുതലുണ്ട്. ഈ ഭാഗത്ത് ഇതൊക്കെ കുറവാണ് കേട്ടോ. ഇതിപ്പോൾ താത്ത ഒരു അരക്കഷ്ണം ചക്ക, താത്താക്ക് ഒരു ചക്ക കിട്ടിയപ്പോൾ അതിൽ നിന്ന് അരക്കഷ്ണം അങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുരുടുത്ത് വെച്ചതാട്ടോ. പിന്നെ ചോറ് ഇപ്പോൾ അങ്ങനെ അടുപ്പത്ത് അധികം വെക്കാറില്ല. കുറുവ അരി വെക്കുമ്പോൾ മാത്രം അടുപ്പത്ത് വെക്കുള്ളൂ കേട്ടോ. പിന്നെ റേഷനരി വെക്കുമ്പോൾ ഗ്യാസ് മേലെ വെക്കുക, 3 ആൾക്കുള്ളതല്ലേ, അതുകൊണ്ട് ഗ്യാസ് മേലായിട്ട് വെക്കുക. അപ്പോൾ അത് ചോറൊക്കെ റെഡിയായി. നമ്മൾ ഉപ്പേരി അറിയി, പിന്നെ കുട്ടികൾക്ക് സോയാബീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഉണക്കലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ ബുക്കും യൂണിഫോമൊക്കെ വാങ്ങാൻ പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നല്ലൊരു മയിലിനാണ് കേട്ടോ, നല്ല പീലിയുള്ള ഒരു മയിലിനാണ് കേട്ടോ. അപ്പോൾ ഞാനതിന് വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടോ, പക്ഷേ അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ അതിന് കിട്ടിയില്ല കേട്ടോ. അത് നമ്മളെ അടുത്ത് ചെല്ലുന്നതിന് അതിങ്ങനെ ദൂരെ പറന്ന് പോകട്ടെ. ഇതിലിങ്ങനെ ചെറുതായിട്ടൊക്കെ അതിനെ കാണുന്നുണ്ട്, നല്ല പീലിൻ്റെ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഈ ഭാഗത്തൊക്കെ നല്ല മയിലുകളുണ്ട് കേട്ടോ. ഞങ്ങളാ ഭാഗത്തൊക്കെ മയിലൊക്കെ നല്ല കുറവുണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടല്ലേ, അതിന് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇങ്ങനെ ദൂരം പോവുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു സ്കൂളിലേക്ക് പോകണ ഈ ഒരു വഴി ഉണ്ടല്ലോ, നല്ല ഭംഗിയാട്ടോ ഈ ഒരു സ്ഥലങ്ങൾ കാണാൻ. കടലിൻ്റെ തീരല്ലേ, ഇതിൻ്റെ അപ്പുറത്ത് കടലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കടലുണ്ട്, ആ തെങ്ങിൻ്റെ ഒക്കെ അപ്പുറത്താണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആ ചുറ്റുഭാഗം നല്ല ഭംഗിയായിട്ട്, നല്ല പച്ചപ്പുള്ള നല്ല സ്ഥലങ്ങൾ. നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് എന്തായാലും ബോറടിക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരമൊക്കെ ഉണ്ട് കേട്ടോ നടന്നിട്ട് പോവാൻ. പക്ഷേ എന്നാലും നമുക്കത് ദൂരെ അറിയില്ല കേട്ടോ. അത് നല്ല സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതാ പുസ്തകം ഇതൊക്കെ വാങ്ങി വന്ന്, അപ്പോൾ ഞാൻ കുഞ്ഞാറ്റിന് ഷാമോനും ഇവിടെ ആക്കിയിട്ടാണല്ലോ പോരുന്നത്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അവർ നല്ല കളിയിലാണ് കേട്ടോ. അത് ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവമൊക്കെ കാർബോർഡ് ചട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കി, കാർ ഷെഡും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഷാമോൻ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു ആ വീടുണ്ടാക്കിയത് കാണാൻ. അതിൽ കുറേ കുട്ടികളിലൊക്കെ വെച്ചിട്ടുണ്ട്, കുളിക്കാനാന്ന് പറഞ്ഞിട്ട് വെള്ളവും സോപ്പ് അങ്ങനെ കാര്യങ്ങൾ, 2 വണ്ടിയുടെ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങിയിരുന്ന് കളിക്കുമ്പോൾ മറ്റു സമാധാനമാണ്. പിന്നെ മഴ പെയ്യുമ്പോൾ പിന്നെ അങ്ങനെ മുറ്റത്ത് ഇറങ്ങൂല കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് ഉള്ളിവടയാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി അങ്ങനത്തെ വേപ്പിൻ്റെ ഇല അങ്ങനെ 2 സാധനം ഉണ്ടായിരുന്നില്ല കേട്ടോ, അതിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ ഉള്ളിവട നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ മഴക്കാലത്ത് ഇപ്പോൾ ഇവരിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങാതെ കുട്ടികൾ കളിക്കാതെ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ അവർക്ക് വിശക്കും. അപ്പോൾ ഷാമോനക്ക് നല്ല ഇഷ്ടമായിട്ട് ഉള്ളിവട, കുഞ്ഞാറ്റയ്ക്ക് അത്ര പോരട്ടോ. കുഞ്ഞാറ്റയ്ക്ക് കട്ട്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം. അപ്പോൾ ഷാമോനക്ക് ഉള്ളിവട നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഉള്ളിവട ഉണ്ടാക്കുക, കുഞ്ഞാറ്റനെ സോപ്പിട്ട പിന്നെ അവൾ അങ്ങനെ തിന്നോളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടപ്പോൾ ഒന്നരാടായിട്ട് ഉള്ളിവട അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഷാമോനോട് പറഞ്ഞിട്ടോ ഒന്ന് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാൻ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ ഒരു ഇത്തിരി മുളകും പൊടി, പിന്നെ ഒരു ഇത്തിരി ചിക്കൻ മസാലയുടെ പൊടി ഇട്ടാൽ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉള്ളിവട. പിന്നെ ഒരു 1.5 സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്, 1 സ്പൂണ് കടലമാവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മുരിഞ്ഞ നല്ല സൂപ്പർ ഉള്ളിവട ഇട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ. പലരും പല വിധത്തിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഇതിൽ ഇഞ്ചിയും വേപ്പിൻ്റെ ഇലയും അത് നല്ലൊരു പോരായ്മ കേട്ടോ, അത് രണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതിന് തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ തട്ടിക്കൂട്ടി ഉള്ളിവടയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ 3 ആളല്ലേ ഉള്ളൂ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതാണല്ലോ നോക്കേണ്ടത്. ഇതിലുള്ള സാധനങ്ങൾ കുറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കണ ആ ഒരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ മൂത്തമ്മക്ക് വയ്യാന്നൊക്കെ. അപ്പോൾ മൂത്തമ്മക്ക് അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്ന് സുഖമായിട്ട് എല്ലാവരും ഇതുമായി പടച്ചോൻ സ്വീകരിച്ചെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഉമ്മ വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ, മൂത്തമ്മാൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ മൂത്തമ്മ വേഗം ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരട്ടെ കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ കോളൊക്കെ സംസാരിച്ചപ്പോൾ നല്ലൊരു സമാധാനമായിട്ട്, നമ്മൾ അത്രയും വിഷമിച്ച് പോയൊരു ഇതല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.